لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأحباب في الله أوصيكم وإياي بتقوى الله സർവാധിനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും കണിശമായി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുത്തക്കീങ്ങളായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന وأن الله عنده أجر عظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് അവൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത, ഒരിക്കൽ മനുഷ്യവർഗത്തിലെപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലുള്ളാ എന്നും കൂടി അഭിസംബോധനം ചെയ്തുകൊണ്ട് മനുഷ്യവർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയച്ച സന്ദർഭത്തിൽ ആ റബ്ബ് ചില നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. ആ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിൽ, ഓരോ കാലഘട്ടങ്ങളിലേക്കും അതാത് നാടുകളിലേക്കും പ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുകയും ആ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ അനുസരിച്ചുവോ അവർക്ക് സ്വർഗമുണ്ട് എന്നും ആ പ്രവാചകന്മാരെ ധിക്കരിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്ക് നരകാഗ്നി കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ നാം തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഉണർത്തിയ കാര്യവുമാണ്. സൂചിപ്പിക്കുന്നത് നശ്വരമായ ഈ ഐഹിക ലോകത്ത്
നിതാന്ത ജാഗ്രതയോടുകൂടി ജീവിച്ചിട്ടില്ലെങ്കിൽ അവസാനം യാ ലൈതനീ കുന്തു തുറാബ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമോ പോകണ്ടയോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ വർഷിച്ചിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഗ്രഹമാണ് ധനം എന്ന് പറയുന്നത്. നിസ്സാരമല്ല കാര്യം. ധനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, അതുപോലെ തന്നെ ഒരു പരീക്ഷണവും കൂടിയാണ് ധനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലനബ്ലുവന്നകും ബിശൈഇൻ, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ആ പരീക്ഷണം പല രൂപത്തിലായിരിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, പട്ടിണി കൊണ്ടും പേടി കൊണ്ടും ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തും. അതുപോലെ തന്നെ ദേഹനഷ്ടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വിഭവങ്ങൾ കൊണ്ടും പല രൂപത്തിൽ ഞാൻ നിങ്ങളെ പരീക്ഷണങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ആ പരീക്ഷണത്തിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് ധനം തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുക എന്നുള്ളത്. ആ ധനം കിട്ടിയ സന്ദർഭത്തിൽ ബുദ്ധിയും വിവേകവും നാളെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ എല്ലാ അവസ്ഥകളെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു ബോധമുള്ള മനുഷ്യൻ ആ ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ക്രയവിക്രയം നടത്തുന്നവനായിരിക്കും ആ മനുഷ്യൻ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ധനത്തിൻ്റെ പേരിലാണ് ഇവിടെ കൊലകളും പിടിച്ചുപറികളും അതുപോലെ തന്നെ വേണ്ടാത്ത എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഈ ധനത്തിൻ്റെ പേരിലാണ്. സ്വന്തം സഹോദരനും സഹോദരിയും, ഒരു മാതാവിൻ്റെ മക്കളായ സഹോദരനും സഹോദരിയും തമ്മിൽ, പ്രിയമുള്ളവരെ, ഈ ധനത്തിൻ്റെ പേരിലാണ് മരിക്കുന്നത് വരെ ഞാൻ അവനോട് സലാം പറയില്ല, എൻ്റെ മയ്യത്ത് കാണിപ്പിക്കരുത് എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മളിൽ പലരും മരണപ്പെട്ടു പോയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പ്രശ്നം ഗൗരവമാണ്, നിസ്സാരമല്ല. എന്തേ അങ്ങനെ പറയുവാനുള്ള കാരണം? ധനത്തോടുള്ള ആർത്തി. പലപ്പോഴും പിതാവിൻ്റെ മരണശേഷം മൂത്ത മകൻ്റെ കയ്യിലായിരിക്കും ആ സമ്പത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും. അത് നിർവഹിക്കാതെ, അത് തൻ്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് അതിൻ്റെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ആ സഹോദരൻ്റെ അവസ്ഥ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്, ഉംറ കർമ്മത്തിനൊക്കെ പോകുന്ന സഹോദരി സഹോദരന്മാർ തൻ്റെ സഹോദരനോട് ഒന്ന് ചെന്ന് സലാം പറയുവാൻ പോലും മനസ്സ് കാണിക്കാത്ത, ഒരു ദയ കാണിക്കാത്ത മനുഷ്യനാണ് ഹജ്ജ് കർമ്മത്തിന് പോയി മിനായിൽ ചെന്ന് ആ മലയിടുക്കിൽ ചെന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് തൻ്റെ റബ്ബിനോട് കെഞ്ചുന്നത്, നാഥാ, ഇഹലോക ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ
വർഷങ്ങളായി എൻ്റെ വിഷയം ഞാൻ അള്ളാഹുവിന് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതുവരെയായി അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നോട് അള്ളാഹുവിൻ്റെ വെറുപ്പാണ് എന്ന് പല സഹോദരന്മാരും സംസാരമധ്യേ പറയാറുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു ഹറാം സ്വീകരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, അവന്റെ മശ്റബഹു ഹറാം, അവൻ കുടിച്ച പാനീയവും വെള്ളമുണ്ടല്ലോ അത് ഹറാമിലൂടെ സമ്പാദിച്ചതായിരുന്നു. മൗക്കുലുഹു ഹറാം, അവൻ തിന്ന ഭക്ഷണമുണ്ടല്ലോ, വിശിഷ്ടങ്ങളായ ഒരുപാട് ഭക്ഷണങ്ങൾ പല പല ഹോട്ടലുകളിൽ കയറി അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അവൻ ഹറാമിലൂടെ സമ്പാദിച്ച പണം കൊടുത്തുകൊണ്ടായിരുന്നു. വമൻസിലുഹു ഹറാം, അവൻ താമസിക്കുന്ന കൊട്ടാര സമാനമായ AC വെച്ച ഫാൻ വെച്ച എല്ലാ സൗകര്യങ്ങളുമുള്ള അവൻ താമസിക്കുന്ന വീടുണ്ടല്ലോ അത് ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. അതോടൊപ്പം തന്നെ മൽബസുഹ ഹറാം, അവൻ ധരിച്ച വസ്ത്രമുണ്ടല്ലോ അതും ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. അവൻ കുടിച്ച പാനീയം, അവൻ ഭക്ഷിച്ച ഭക്ഷണം, അവന്റെ വസ്ത്രങ്ങൾ എല്ലാം തന്നെ, അവന്റെ വീട് എല്ലാം തന്നെ ഹറാമിലൂടെ സമ്പാദിച്ചു. എങ്ങനെയാണ് റബ്ബ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് അല്ലാഹു റസൂൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിക്കണം. നാം നമ്മുടെ പള്ളിയിലേക്ക് ഇന്ന് നടന്നു വന്നു, ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ്. ആ ചെരുപ്പ് ഹറാമിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ അല്ലാഹു ലാ യുഖ്ബലുല്ലാഹു ഹറാം എന്നാണ്. നമ്മൾ വന്ന വാഹനം ഹറാമിലൂടെ വാങ്ങിയതാണോ എങ്കിൽ ആ വാഹനത്തിലൂടെ യാത്ര ചെയ്തത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും കണിശത അതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് വളരെ കണിശമാണ്, പറയുവാൻ എളുപ്പമാണ്, ജീവിതത്തിൽ അത് കൊണ്ടുവരുമ്പോൾ പ്രയാസകരമായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതോടെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ആരായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗം കൊണ്ട് ജീവിത കാലഘട്ടത്തിൽ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആ സ്വഹാബി കിറാമുകളുടെ ആദ്യകാല ജീവിതവും മരണ ആസന്നമായ സന്ദർഭത്തിൽ ഒന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ രക്തങ്ങളിൽ നിന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇഹലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്ന സന്ദർഭത്തിൽ ചുരുട്ടിപ്പിടിച്ച കൈകളുമായിട്ടാണ് നമ്മൾ ഇഹലോകത്തെ കടന്നു വന്നത്, കരഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ഒരുപാട് വർഷം ഇവിടെ ജീവിച്ചു, ഹലാലുകളും ഹറാമുകളും നോക്കാതെ ഒരുപാട് സമ്പാദിച്ചു. അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അതാ നിവർത്തിപ്പിടിച്ച കൈകളുമായി, ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ, ഞാൻ ഇതാ വന്ന രൂപത്തിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ വെളുത്ത കൈകൾ വിടർത്തിപ്പിടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നു. പ്രിയമുള്ളവരെ, ആരാണ് പറഞ്ഞു പോകുന്നത്? ഇഹലോക ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച മനുഷ്യനും അംഗീകരിക്കാതെ ധനം സമ്പാദിച്ച മനുഷ്യനും ഇഹലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ വെറും കൈകളേറ്റ് തിരിച്ചു പോകുന്നു. എന്തേ കാരണം? കൊണ്ടുപോകുവാൻ സാധ്യമല്ല, അത് അനന്തരവർക്ക് വിട്ടേച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇഹലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് അനന്തരവർക്ക് ആ രൂപത്തിലുള്ള സമ്പാദ്യം വിട്ടേച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിക്കണം. പ്രിയമുള്ളവരെ, മഹ്ശറ ലോകത്ത് സമ്മേളനം നിൽക്കുന്ന സന്ദർഭത്തിൽ തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു, നഗ്നരായി എല്ലാവരും നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ അവരവരുടെ ഭാണ്ഡങ്ങൾ പേറിക്കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ, ഓരോ മനുഷ്യനെയും വിചാരണയ്ക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ഭാണ്ഡം തുറക്കുകയാണ്. ആ തുറക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന് ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നും വിട്ടേച്ചു പോകാതെ അവിടെ നിരത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. CCTV-കൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈകൾ, കരങ്ങൾ കൊണ്ട് അതിനെ എന്ത് രൂപത്തിൽ വികലമാക്കാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ആ ക്യാമറകളാകുന്ന ആ ഒപ്പിയെടുത്ത ഓരോ നിമിഷങ്ങളും ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, അത് അവിടെ പ്രദർശിപ്പിക്കുകയാണ് അള്ളാഹു. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, യാ ലൈതനി കുന്തു തുറാബ, അള്ളാഹുവേ, ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നെ എന്തിന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിരൽ കടിക്കുന്ന ഒരു സന്ദർഭം നമ്മളിൽ സംജാതമാകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിഹാരം തേടുവാൻ, മരണപ്പെട്ടിട്ട് ബർസഖിയായ ലോകത്ത് വെച്ച് എന്തെങ്കിലും ഒരു പരിഹാരം
തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത മനുഷ്യരില്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യർ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമീയ സന്തതികൾക്ക് അല്ലാഹു നൽകിയ വലിയൊരു ഓഫറാണ് തഹജ്ജുദ് നമസ്കരിക്കുക എന്നുള്ളത്. തഹജ്ജുദ് നമസ്കരിക്കുക എന്നുള്ളത് എല്ലാവരും സുഖനിദ്രയിലാണ്. ആ സുഖനിദ്രയിലായ സന്ദർഭത്തിൽ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ തന്റെ ഓരോ ചലനങ്ങളും ഇവിടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനാളെ പ്രദർശിപ്പിക്കുമെന്നുള്ള ഒരു ബോധമുള്ള മനുഷ്യൻ തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കാരം കഴിഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും നടത്തി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ തന്റെ സങ്കടം ബോധിപ്പിക്കുകയാണ്. റബ്ബേ, ഈ പാപിയായ മനുഷ്യൻ ഇഹലോകത്ത് ഇത്ര വർഷം ജീവിച്ച റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നുപോയി തമ്പുരാനെ, എനിക്ക് പുറത്തു മാപ്പാക്കി തരണമേ യാ റഹ്മാൻ യാ റഹീം യാ ഗഫൂർ യാ വദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സുരുകിക്കൊണ്ട് നാഥനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ റബ്ബ് പറയുകയാണ്, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കുവാൻ, ആരുണ്ട് തൗബ ചെയ്യുവാൻ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് അള്ളാഹുവിന്റെ ഓഫർ. അത് കണ്ടിട്ടും കേട്ടിട്ടും അത് സ്വീകരിക്കുവാൻ തയ്യാറാകാതെ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്ന, ജമാഅത്ത് നമസ്കാരത്തിന് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരാതെ കിടന്നും അറിഞ്ഞും കിടന്നുറങ്ങുന്ന ആ സുഖലോകുലന്മാർ ആലോചിക്കണം പ്രിയമുള്ളവരെ. നാളെ ഒരു ചോദ്യമുണ്ട്, നമ്മളോട് ചോദ്യമുണ്ട്. അതിന് നമ്മൾ എന്ത് ഉത്തരം പറയുമെന്ന് ഓരോരുത്തരും ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കച്ചവടങ്ങൾ, തൃപ്തിയുള്ള ഒരു കച്ചവടം ഇന്ന് നടക്കുന്നുണ്ടോ ലോകത്ത്? ഞാനും നിങ്ങളും പല പീടികളിലും പോയി, പല ഷോപ്പുകളിലും പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് തൃപ്തിയുണ്ടോ? നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ, ചതിച്ചിട്ടുണ്ടോ, വലിയ വില വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു പേടിയാണ് നമുക്കെല്ലാവർക്കും പ്രിയമുള്ളവരെ. കച്ചവട സ്ഥലങ്ങളിലായാലും ഭൂമി കച്ചവടത്തിലായാലും വീട് നിർമ്മാണത്തിലായാലും എവിടെയാണെങ്കിലും കൊള്ളയും തീവട്ടിയും എല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിതാന്ത ജാഗ്രത ആ രംഗത്ത് നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാതിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ മനുഷ്യരെ, ലാ തഅകുലു അംവാലകും, നിങ്ങളുടെ ധനങ്ങൾ നിങ്ങൾ തിന്നരുത് കേട്ടോ, ബൈനകും ബിൽ ബാതിലി, ബാത്തിലായ രൂപത്തിൽ, അതായത് നിങ്ങൾക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇവിടെ കൂടെയുള്ള ആളുകളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, തിന്നരുത് കേട്ടോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ നിതാന്ത ജാഗ്രത പുലർത്തുക. അതോടൊപ്പം തന്നെ കച്ചവടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഒട്ടകത്തെ വിൽക്കുന്നതിന് വേണ്ടി മദീന പള്ളിയിൽ മദീന പ്രദേശത്ത് കൊണ്ടുവന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അതിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നിറയെ പാലുകളാണ്. പാൽ കറക്കാതെയാണ് വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രവാചകൻ മടക്കി അയച്ചു, ഈ വസ്തുവിനെ, ഈ മൃഗത്തെ ഇവിടെ വിൽക്കാൻ പാടില്ല, അതിൽ ചതിയുണ്ട് എന്ന്. അപ്പൊ നോക്കി നിങ്ങൾ, എല്ലാ മേഖലയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധനം സമ്പാദിക്കുന്ന, ഹലാലിലൂടെ ധനം സമ്പാദിച്ച് ഹലാലിലൂടെ അത് ക്രയവിക്രയം ചെയ്ത് ഹലാലിലൂടെ ഭാര്യക്കും മക്കൾക്കും സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന സ്വാലിയായ അടിമകളുടെ കൂട്ടത്തിൽ സർവാധിനാഥനായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധനസമ്പാദനത്തിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചത്. ഇനി നോക്കി നിങ്ങൾ, ഈ ജീവിതത്തിൽ നമുക്ക് 24 മണിക്കൂർ തികയുന്നില്ല. ജീവിതത്തിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂർ പോരാ. കാരണം ഓടുകയാണ് മനുഷ്യൻ. എവിടേക്കാണ് ഈ ഓട്ടം? ആലോചിക്കണം നാം എല്ലാവരും. പള്ളിയിൽ നിന്ന് ഫർദ് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാണ് ഈ ഓടുന്നത്?
ഐഹിക ലോകത്തിന്റെ വർണ്ണപ്പകിട്ടിൽ കണ്ണു മഞ്ഞളിച്ചു പോയി നമ്മൾ പ്രിയമുള്ളവരെ. അവിടെ ഇരുന്ന് തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ചൊല്ലി നാഥനോട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സമയമായി പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. പക്ഷേ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ നമ്മളെ പുറത്തു വിട്ടു എന്നുള്ളതാണ്. അത് അവൾ നിസ്സാരമായി കണ്ടു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ വസ്തുക്കളുണ്ടല്ലോ, ധനങ്ങളുണ്ട്, അത് നിങ്ങൾ ചെലവഴിച്ച് കളയണം കേട്ടോ എന്നാ. അപ്പൊ മരണം എന്ന് പറയുന്നത് അത് എപ്പോഴും പിടികൂടാം. അതിന് സമയങ്ങളോ സ്ഥലങ്ങളോ ഒന്നുമില്ല. അപ്പൊ ആ മരണത്തെ തയ്യാറായി ജീവിക്കുന്ന സന്ദർഭത്തിൽ, ധനസമ്പാദന മേഖലയിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ഹലാലുകളും ഹറാമുകളും കണിശമായി സൂക്ഷിച്ച് ഹലാലിലൂടെ സമ്പാദിച്ച് അങ്ങനെ പണം അതിന് മരണത്തിന് മുമ്പ് തന്നെ ചിലവഴിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പ്രിയമുള്ളവരെ, ഓടി നടക്കുകയാണ് ഞാനും നിങ്ങളും ധനസമ്പാദനത്തിന് വേണ്ടി ഓടുകയാണ്. എന്തിനാണ് ഈ ഓട്ടം? ഇഹലോക ജീവിതത്തിൽ കുറച്ച് വർഷങ്ങൾ, 50, 60, 70 കൂടിപ്പോയാൽ 80 വർഷം, ആ 80ാമത്തെ വർഷത്തിൽ പടുവാർദ്ധക്യമായിരിക്കും നമ്മുടെ അവസ്ഥ. ആരാധനാ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധ്യമല്ല. ഒരുപാട് സഹോദരന്മാർ ഇവിടെ കസേരകളിൽ ഇരിക്കുന്നു പ്രിയമുള്ളവരെ. അവർക്ക് ആഗ്രഹമുണ്ട് മറ്റിരിക്കുന്നവർ പോലെ സുഖത്തിൽ ഇരിക്കണമെന്ന്, പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. പക്ഷെ സുന്ദരമായ 20ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള ആ വർഷങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ, വളരെ സുന്ദരമാണ്. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ശരീരത്തെ സജ്ജമാക്കിയ ഏറ്റവും നല്ല സമയമാണ്. പക്ഷേ അതിന് നമ്മൾ വില കൊടുക്കാതെ പ്രായമായി കഴിഞ്ഞാൽ പള്ളികളിലേക്ക് പോകുന്നൊരവസ്ഥ, അതുവരെ ആ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ആ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാതെ അവൻ്റെ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു പോയി പ്രിയമുള്ളവരെ. അതുകൊണ്ട് പാടില്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ളത് ചിലവഴിച്ചോ എന്നുള്ളതാണ്. ചിലവഴിക്കണം. ഇനി നമ്മൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബാങ്ക് ബാലൻസുകളും ഭൂമികളും കെട്ടിടങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് അത് പൂർണ്ണമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇടയ്ക്കൊരു പിടുത്തം വരും. ആ 24 മണിക്കൂർ തികയാത്ത മനുഷ്യൻ അവിടെ വെച്ച് തന്റെ റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തരണം കേട്ടോ എന്ന്. എന്തിനാണത്? എന്റെ സമ്പാദ്യങ്ങൾ പൂർണ്ണമായി ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം റബ്ബേ, ഒരു 2 മിനിറ്റ് എനിക്ക് തന്നാൽ മതി എന്ന് കെഞ്ചുന്ന ഒരവസ്ഥ എന്റെയും നിങ്ങളുടെയും ഇടയിൽ വരാനുണ്ട് പ്രിയമുള്ളവരെ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ആരുടെയെങ്കിലും അവധി എത്തിക്കഴിഞ്ഞാൽ അത് പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല, പിടുത്തമാണ്. അപ്പൊ ആ പിടുത്തം എപ്പോഴാണ് എന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുക. മരണം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ധനം ഒരുമിച്ച് കൂട്ടിയവൻ പിശുക്കനാണ്. അവൻ ദാനധർമ്മങ്ങൾ നടത്തുന്നില്ല. തൻ്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതെ അവനത് ഭദ്രമായി സൂക്ഷിച്ച് നടക്കുന്നു. ഹറാമിലൂടെ അവൻ തിന്നുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനാണ് പറയുന്നത്, റബ്ബേ, ഒരു മിനിറ്റെങ്കിലും എന്നെ ഒന്ന് പിന്തിപ്പിച്ചു കൊണ്ട് റബ്ബേ, എന്നാൽ ഞാൻ നല്ല പ്രവർത്തനങ്ങൾ, എൻ്റെ സമ്പത്ത് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിക്കാം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അത് അടിമകൾ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ, ധനം എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. ആരായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? റഹ്മത്തുൽ ലിൽ ആലമീൻ. ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്? പ്രവാചകന്റെ സന്തത സഹചാരികൾ, ജീവിത കാലഘട്ടത്തിൽ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട
സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി കിറാമുകൾ മദീന പള്ളിയിൽ ഒരു നട്ടുച്ച സമയം അതാ തീയുടെ എല്ലാവിധ ഗൗരവമുള്ള സമയം. ആ സമയത്ത് ഒരു മനുഷ്യൻ നടന്നു വരുന്നു, ആളെ മനസ്സിലാവുന്നില്ല. അടുത്തെത്തിയപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചാരത്ത് നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ അബൂബക്കർ, ഈ നട്ടുച്ച സമയത്ത് അങ്ങ് എന്തിനാണ് പുറപ്പെട്ടത്? പ്രവാചകരെ വിശന്നിട്ട് പോന്നതാണ്, ഞാനും അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഹബീബ് പറയുന്നു. പ്രിയമുള്ളവരെ, അതാ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു രൂപം കടന്നു വരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ ഉമറെ വീട്ടിൽ നിന്ന് പോന്നത് റളിയല്ലാഹു അൻഹു? പറഞ്ഞു, പ്രവാചകരെ വിശന്നിട്ട് ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ അവരോട് അള്ളാഹുവിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ. ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഹ്റാജ് സമയത്ത് കേൾക്കുകയുണ്ടായി സ്വർഗത്തിൽ. കഴിഞ്ഞ ഇസ്രാ മിഹ്റാജ് കഴിഞ്ഞു, പ്രവാചകൻ മക്കയിൽ തിരിച്ചു വന്നു. ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ചു, അല്ലയോ ബിലാലെ, അങ്ങയുടെ കാലടിയുടെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടല്ലോ, അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, പ്രവാചകരെ, അള്ളാഹുവിന്റെ ദീൻ അങ്ങാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, അതനുസരിച്ച് ഞാൻ ജീവിച്ചു. ഒരു കാര്യം ഞാൻ കൃത്യമായി നിർവഹിച്ചിരുന്നു. എന്തായിരുന്നു അത് പ്രിയമുള്ളവരെ? അത് ഒന്നുമില്ല, വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ടായിരുന്നു. അത് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച അന്നു മുതൽ ഈ സമയം വരെ ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമേ പ്രവാചകരെ ഞാൻ അത്ര കണിശമായി കൊണ്ട് നടന്നിട്ടുള്ളൂ എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് മതി നിനക്ക് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലില്ലേ വുളുകൾ പ്രിയമുള്ളവരെ? ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം, ആഴ്ചയിലോ ദിവസത്തിലോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വുളുവിന്റെ സുന്നത്ത് 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചുവോ? സ്വർഗം കൊണ്ട് കിട്ടുവാനുള്ള വല്ലാത്ത സന്ദർഭമാണത്. നാം ഉപയോഗപ്പെടുത്തിയോ? ആലോചിക്കുക. ഇഹലോക ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യ, ഈ കാര്യങ്ങളിൽ നിന്ന് നിതാന്ത ജാഗ്രത പുലർത്തുക. അങ്ങനെ ജാഗ്രത പുലർത്തി ജീവിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മരിപ്പിക്കും. ആ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറയുവാൻ എത്ര പേർ നമ്മുടെ ഖബറിന്റെ അരികിൽ ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ? സഹോദരന്മാർ കൂടും. അവർ 2, 3, 4, 5 പ്രാവശ്യം ചെല്ലിയാൽ വാച്ചിലേക്ക് നോക്കി അവർ പിരിഞ്ഞു പോകും. പിന്നെ നിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾ മാത്രമായിരിക്കും, അവരും പിരിഞ്ഞു പോകും. പിന്നെ മക്കളോ പിതാവോ ആയിരിക്കും അവിടെ നിൽക്കും, അവരും കുറച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. പ്രിയമുള്ളവർ, ആരും ഉണ്ടായിരിക്കയില്ല. നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ആ ബർസക്കിയായ ഖബറിലേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ബർസക്കിയായ ലോകത്തെ ചിന്തിക്കുകയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കണിശമായ വിചാരണയുണ്ട് എന്ന് ആലോചിക്കുകയും ധനസമ്പാദനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തീർക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവർക്ക് സൗഖ്യവും സമാധാനവും സുഖവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിനെ വിശാലത നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന ഭാഗ്യം കിട്ടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സലാം.